നമസ്കാരം. ഈ മഴക്കാലത്ത് ധാരാളം രോഗങ്ങൾ നമ്മുടെ ശരീരത്തെ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ ഈ രോഗാണുക്കളൊന്നും നമ്മുടെ ശരീരത്തെ ആക്രമിക്കാതിരിക്കാനും അഥവാ ആക്രമിച്ചാൽ തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാനും ശരീരത്തിൻ്റെ ബലവും രോഗപ്രതിരോധശേഷിയും ഒക്കെ വർദ്ധിപ്പിക്കാനും അതിന് നമ്മെ സഹായിക്കുന്ന ഒരു മരുന്നാണ് കപസ്വര കുടിനീർ. ഇതിലെ ഇൻഗ്രീഡിയൻറ്റ് നോക്കുകയാണെങ്കിൽ ഒന്നാമതായിട്ട് ചുക്കാണ്. ഇതിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ ഉണ്ട്. ചുമ, ജലദോഷം, കഫക്കെട്ട്, ദഹന പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കുന്നു. അടുത്തതായിട്ട് തിപ്പിലിയാണ്. ഇതിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി അലർജിക് പ്രോപ്പർട്ടീസ് ഉണ്ട്. അടുത്തത് ഗ്രാമ്പുവാണ്. ഇതിന് ആൻറ്റി മൈക്രോബിയൽ, ആൻറ്റി വൈറൽ, ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. അടുത്ത കടുക്കയാണ്. ഇത് ഡീറ്റോക്സിഫിക്കേഷൻ ചെയ്യും ബോഡി, അതായത് ശരീരത്തിലെ വിഷാംശമൊക്കെ പുറന്തള്ളുന്നു, ദഹനമൊക്കെ കൂട്ടുന്നു. അടുത്തതായിട്ട് ആടലോടകമാണ്. കഫം പുറത്താക്കാൻ സഹായിക്കും, ശരീരത്തിൻ്റെ ചൂടും കുറയ്ക്കുന്നു. അടുത്തത് കർപ്പൂരവള്ളിയാണ്. ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷനാണ് ഇതിനുള്ളത്, ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് നല്ലതാണ്. അടുത്ത കിരിയാത്താണ്, നിലവേമ്പ്. അത് നമ്മുടെ ശരീരത്തിന് നമുക്കറിയാം ആൻറ്റി വൈറൽ, ആൻറ്റി മൈക്രോബിയൽ ആക്ഷൻ ഒക്കെ ഉണ്ട്, കരളിനെയൊക്കെ ശുദ്ധീകരിക്കുന്നു. അടുത്ത മുത്തങ്ങയാണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബൂസ്റ്റ് ചെയ്യുന്നു, വിഷാംശം പുറന്തള്ളുന്നു, രക്തം ശുദ്ധീകരിക്കുന്നു. അടുത്തത് ചിറ്റമൃതാണ്. ഇതിൻ്റെ ഇമ്മ്യൂണോ മോഡുലേറ്ററി ആക്ഷൻ ലിവർ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അടുത്ത ആൻറ്റി ഓക്സിഡൻറ്റ്, ആൻറ്റി അലർജിക്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ ഒക്കെ ഇതിനുണ്ട്. അങ്ങനെ ധാരാളം ഗുണങ്ങൾ ഇതിനുണ്ട്. കൂടാതെ ആനത്തുമ്പ, അഗ്രകാരം, ചെമ്മുള്ളി, കൊട്ടം, പാടക്കിഴങ്ങ് തുടങ്ങിയ മരുന്നുകളൊക്കെ ഇതിൽ ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് ഈ കഷായം രാവിലെ ഒരു 30 മില്ലി കുടിക്കുന്നത് ശരീരബലവും ദഹനശക്തിയും രോഗപ്രതിരോധ ശേഷിയും ഒക്കെ കൂട്ടുന്നു.